നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ ഞങ്ങളുമായി പങ്കുവച്ച ഒരു രചനയുണ്ടല്ലോ, ഡെസിഡറാറ്റ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കിയിട്ടുള്ള ഒരു കവിത ഇതായിരിക്കും, അല്ലേ? ശരിയാണ്. ഇന്റർനെറ്റിലൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതെ, പലപ്പോഴും ഇതിന്റെ ആഴം നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറുമൊരു മൊഴിമാറ്റത്തിനപ്പുറം ഈ കവിതയുടെ ഓരോ ഭാഗവും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി ഒന്ന് ചേർത്ത് വെച്ച് പരിശോധിക്കാനാണ്. തീർച്ചയായും. എന്തുകൊണ്ടാണ് ഒരു നൂറ്റാണ്ടായിട്ടും ഈ വാക്കുകൾക്ക് ഇത്ര പ്രസക്തി എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഒരു ചരിത്രം അതുതന്നെ വളരെ രസകരമാണ്. അതെ, ഇത് ശരിക്കും 1927 മാക്സ് എർമാൻ എന്നൊരു അമേരിക്കൻ എഴുത്തുകാരനാണ് എഴുതിയത്. ഓ, 1927. അതെ. പക്ഷെ വർഷങ്ങളോളം ആളുകൾ വിശ്വസിച്ചിരുന്നത് ഇത് 1692 ബാൾട്ടിമോറിലെ ഒരു പഴയ പള്ളിയിൽ നിന്ന് കിട്ടിയ അജ്ഞാത രചനയാണെന്നാണ്. ഒരു നിഗൂഢതയും ഇതിനെ സഹായിച്ചിട്ടുണ്ടാവുമല്ലേ? തീർച്ചയായും. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ആ ഒരു അനിശ്ചിതത്വത്തിന്റെ കാലത്ത് ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാമെന്നൊരു അന്വേഷണമാണ് ഇതിന്റെ കാതൽ. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രതിസന്ധിയിലും ആളുകൾ ഇതിലേക്ക് തിരികെ വരുന്നത്. ആ ഒരു ചരിത്ര പശ്ചാത്തലം ഇതിന് പുതിയൊരു മാനം നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആശയത്തിലേക്ക് കടക്കാം, അല്ലേ? തുടങ്ങാം. ഈ കവിത തുടങ്ങുന്നത് തന്നെ നമ്മുടെ പുറം ലോകവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. തിരക്കേറിയ ലോകത്ത് എങ്ങനെ ശാന്തമായി നിലനിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. വരികൾ ഇങ്ങനെയാണ്: ഗോ പ്ലാസിബ്ലി എമിഡ് ദ നോയ്സ് ആൻഡ് ഹേസ്റ്റ് and remember what peace there may be in silence. As far as possible, without surrender, be on good terms with all persons. അതായത്, ഈ ലോകത്തിലെ ബഹളങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിലൂടെ ഒരു പതർച്ചയും ഇല്ലാതെ സമാധാനത്തോടെ മുന്നോട്ടു പോവുക. ആ ഒരു നിശബ്ദതയുടെ ഒരു സമാധാനം ഓർക്കുക എന്ന് പറയുന്നുണ്ട്. അതെ. അതേസമയം നമ്മുടെ ആ ഒരു വ്യക്തിത്വം പണയപ്പെടുത്താതെ കഴിയുന്നത്ര എല്ലാവരുമായും നല്ല ബന്ധത്തിലായിരിക്കാൻ ശ്രമിക്കുക. ഈ വരികൾ എഴുതിയത് 1927 അതെ, ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കാലത്ത്. എന്നിട്ടും മനുഷ്യന്റെ ശ്രദ്ധയെ തടസ്സപ്പെടുത്തുന്ന നോയ്സ് ആൻഡ് ഹേസ്റ്റിനെ കുറിച്ച് മാക്സ് എർമാൻ എഴുതി. ഇന്ന് നമ്മളിതിനെ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നൊക്കെ പറയും. ശരിയാണ്. ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ, സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്. ഇതിനിടയിൽ സ്വന്തമായൊരു നിമിഷം നിശബ്ദത കണ്ടെത്തുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഈ കവിത അന്ന് തന്നെ ആ മെന്റൽ സൈലൻസിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അത്ഭുതം തന്നെ. വളരെ ശരിയാണ്. ആ ശാന്തത കണ്ടെത്തിയാൽ പിന്നെ അടുത്ത ചോദ്യം അത് നമ്മുടെ സംസാരത്തില്, ബന്ധങ്ങളിൽ എങ്ങനെ കൊണ്ടുവരാമെന്നതാണ്. അവിടെയാണ് അടുത്ത ഭാഗം പ്രസക്തമാകുന്നത്. സ്പീക്ക് യുവർ ട്രൂത്ത് ക്വയറ്റ്ലി ആൻഡ് ക്ലിയർലി ആൻഡ് ലിസൺ ടു അതേഴ്സ്. ഈവൻ ടു ദ ഡൾ ആൻഡ് ദ ഇഗ്നോറന്റ്, they too have their story. നിങ്ങളുടെ സത്യം, നിങ്ങളുടെ നിലപാടുകൾ ശാന്തമായും വ്യക്തമായും പറയുക. ശബ്ദമുയർത്തിയിട്ടോ അടിച്ചേൽപ്പിച്ചിട്ടോ കാര്യമില്ല. അതോടൊപ്പം മറ്റുള്ളവരെ കേൾക്കുക. ഒരുപക്ഷെ അവർ പറയുന്നത് നമുക്ക് വിരസമായി തോന്നാം, അല്ലെങ്കിൽ അവർക്കറിവില്ലെന്ന് തോന്നാം. എങ്കിൽ പോലും അവരെ കേൾക്കുക. കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു കഥയുണ്ടാകും. ഈ കേൾവിയുടെ പ്രാധാന്യം അത് വലുതാണ്. അതെ, വെറുമൊരു മര്യാദയുടെ കാര്യമല്ലിത്. നമ്മുടെ ലോകം ഇന്ന് എക്കോ ചാമ്പേഴ്സ് അഥവാ പ്രതിധ്വനി മുറികളാൽ നിറഞ്ഞിരിക്കുകയാണ്, അല്ലേ? അതെ, നമ്മൾ വിശ്വസിക്കുന്നത് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഭേദിക്കാനുള്ള ഒരു വഴിയാണ് എർമാൻ ഇവിടെ പറയുന്നത്. നമുക്ക് താല്പര്യമില്ലാത്തവരെയും നമ്മൾ വിയോജിക്കുന്നവരെയും കേൾക്കുമ്പോഴാണ് നമ്മുടെ ലോകം കുറച്ചുകൂടി വലുതാകുന്നത്. അതൊരു നല്ല ആശയമാണ്. പക്ഷെ പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ടല്ലേ? എങ്ങനെ? ഈ കാലത്ത് എങ്ങനെയാണ് നമ്മൾ ക്ഷമയോടെ കേൾക്കുന്നതും വിവേകത്തോടെ ചിന്തിക്കുന്നതും തമ്മിലൊരു ബാലൻസ് കണ്ടെത്തുന്നത്? ശരിയാണ്. കാരണം കവിതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അവോയ്ഡ് ലൗഡ് ആൻഡ് അഗ്രസീവ് പേഴ്സൺസ്, ദേ ആർ വെക്സേഷൻസ് ടു ദ സ്പിരിറ്റ് എന്ന്. അതെ, ഉച്ചത്തിൽ സംസാരിക്കുന്ന ആക്രമണ സ്വഭാവമുള്ളവരെ ഒഴിവാക്കണം. അവർ മനസ്സിന്റെ സമാധാനം കെടുത്തു. അപ്പോ ആരെയാണ് കേൾക്കേണ്ടത്, ആരെയാണ് ഒഴിവാക്കേണ്ടതെന്നൊരു ചോദ്യം വരുന്നില്ലേ? വരുന്നുണ്ട്, തീർച്ചയായും വരുന്നുണ്ട്. അവിടെയാണ് ആ വാക്കുകളുടെ ഒരു സൂക്ഷ്മത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്പീക്ക് യുവർ ട്രൂത്ത് ക്വയറ്റ്ലി ആൻഡ് ക്ലിയർലി എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേൾവിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ. അതായത് ആദ്യം നമ്മൾ നമ്മുടെ നിലപാടുകളിൽ വ്യക്തതയുള്ളവരായിരിക്കണം. പിന്നെ ഈ ലൗഡ് ആൻഡ് അഗ്രസീവ് എന്ന് പറയുന്നത് വെറുതെ ശബ്ദമുയർത്തുന്നവരെയല്ല, മറിച്ച് സംവാദത്തിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന, തർക്കിച്ച് ജയിക്കാൻ മാത്രം ശ്രമിക്കുന്നവരെയാണ്. അവരുടെ ലക്ഷ്യം മനസ്സിലാക്കാനല്ല, കീഴടക്കലാണ്. ശരിയാണ്, അവർ നമ്മുടെ ഊർജ്ജം ഇല്ലാതാക്കും. അതെ. എന്നാൽ ഡൾ ആൻഡ് ഇഗ്നോറന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാത്ത സാധാരണ മനുഷ്യരെയാണ്. അവർക്കും ഒരു ജീവിതാനുഭവമുണ്ട്, ഒരു കഥയുണ്ട്. അത് കേൾക്കുന്നത് നമ്മളെ ഒരു തരത്തിലും ചെറുതാക്കുന്നില്ല. ആ ഒരു വേർതിരിവ് വളരെ പ്രധാനമാണ്. അതെ. ആ വേർതിരിവ് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പല ബന്ധങ്ങളും മെച്ചപ്പെടും. ഇനി കവിത പുറം ലോകത്ത് നിന്ന് പതിയെ നമ്മുടെ ഉള്ളിലേക്ക് തിരിയുകയാണ്. അതെ, ഒരുപക്ഷെ ഇതിൽ ഏറ്റവും പ്രശസ്തമായ വരികളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇഫ് യു കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്, യു മേ ബിക്കം വെയിൻ ഓർ ബിറ്റർ, ഫോർ ഓൾവേസ് ദെർ വിൽ ബി ഗ്രേറ്റർ ആൻഡ് ലെസർ പേഴ്സൺസ് ദാൻ യുവർ സെൽഫ്. നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ ഒന്നുകിൽ നിങ്ങൾ അഹങ്കാരിയാകും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം നിറയും. കാരണം എപ്പോഴും നിങ്ങളെക്കാൾ വലിയവരും ചെറിയവരും ഈ ലോകത്തുണ്ടാകും. ഈ ഇൻസ്റ്റഗ്രാം കാലഘട്ടത്തില് ഇതിലും വലിയൊരു സത്യം വേറെയില്ല. ശരിക്കും ഈ കമ്പാരിസൺ കൾച്ചറിന്റെ ഏറ്റവും വലിയ ദുരന്തമാണിത്. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഹൈലൈറ്റ് റീൽ കണ്ട് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസിനെ നമ്മൾ വിലയിരുത്തുന്നു. അതൊരു അവസാനമില്ലാത്ത ഓട്ടമാണ്. അതിൽ ജയിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോ ഈ താരതമ്യം ഒഴിവാക്കിയാൽ എവിടെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത്? അതിലേക്കാണ് കവിത പിന്നീട് പോകുന്നത്.
എൻജോയ് യുവർ അച്ചീവ്മെന്റ്സ് ആസ് വെൽ ആസ് യുവർ പ്ലാൻസ്. നിങ്ങളുടെ സ്വന്തം നേട്ടങ്ങളിൽ സന്തോഷിക്കുക, അതെത്ര ചെറുതാണെങ്കിലും. അതുപോലെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളിലും ആനന്ദം കണ്ടെത്തുക. അതായത് സന്തോഷമെന്നത് വലിയ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നല്ല. മറിച്ച് ആ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കണ്ടെത്തേണ്ട ഒന്നാണ്. അതെ. അതിനോട് ചേർത്തു വെക്കാവുന്ന ഒന്നാണ് തൊഴിലിനെക്കുറിച്ച് പറയുന്നത്. Keep interested in your own career. However humble, it is a real possession in the changing fortunes of time. നിങ്ങളുടെ തൊഴിലിൽ താൽപര്യം നിലനിർത്തുക, അതെത്ര എളിയതാണെങ്കിലും. കാരണം ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിന്റെ ഭാഗ്യനിർഭാഗ്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായി ആശ്രയിക്കാൻ കഴിയുന്ന യഥാർത്ഥ സമ്പാദ്യം അതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണല്ലേ. പലപ്പോഴും നമ്മൾ ജോലിയെ പണത്തിനു വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് കാണുന്നത്. ശരിയാണ്. എന്നാൽ നമ്മുടെ കഴിവും താൽപര്യവും വളർത്താനുള്ള ഒരിടമായി അതിനെ കാണാൻ തുടങ്ങിയാലോ? നമ്മുടെ ആത്മാഭിമാനം പുറമേയുള്ള കാര്യങ്ങളെ ആശ്രയിച്ച് നിൽക്കില്ല. തീർച്ചയായും. സ്വന്തം കഴിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും പുറം ലോകവുമായി ഇടപെടുമ്പോൾ ഒരു ബാലൻസ് വേണം. അതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗം. എക്സസൈസ് കോഷൻ ഇൻ യുവർ ബിസിനസ് അഫയേഴ്സ്, ഫോർ ദ വേൾഡ് ഇസ് ഫുൾ ഓഫ് ട്രിക്കറി. But let this not blind you to what virtue there is. Many persons strive for high ideals, and everywhere life is full of heroism. അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ജാഗ്രത വേണം. കാരണം ലോകത്ത് ചതിക്കുഴികളുണ്ട്. പക്ഷേ ഈ ജാഗ്രത നിങ്ങളെ ഒരു സിനിക്കാക്കി മാറ്റരുത്. ലോകം മുഴുവൻ മോശമാണെന്ന നിഗമനത്തിലേക്ക് എത്തരുത്. കാരണം ഒരുപാട് മനുഷ്യർ നല്ല ആദർശങ്ങൾക്കായി പരിശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ എല്ലാ കോണുകളിലും ധീരതയുടെയും നന്മയുടെയും ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഈയൊരു ബാലൻസ്ഡ് കാഴ്ചപ്പാട് അത് മാനസികാരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ലോകത്തിലെ നന്മതിന്മകളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം കവിത വീണ്ടും നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ അസ്തിത്വത്തിലേക്ക് വരികയാണ്. അതെ. ഒരുപക്ഷേ ഈ കവിതയിലെ ഏറ്റവും ശക്തമായ വരികളായി എനിക്ക് തോന്നിയത് ഇതാണ്. ബി യോർസെൽഫ്, എസ്പെഷ്യലി ഡു നോട്ട് ഫെയിൻ അഫെക്ഷൻ. നിങ്ങൾ നിങ്ങളായിരിക്കുക, മറ്റൊരാളായി അഭിനയിക്കാതിരിക്കുക. പ്രത്യേകിച്ച് സ്നേഹം അഭിനയിക്കരുത്. ഇന്നത്തെ കാലത്ത് ഓഥന്റിക് ആയിരിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്, അല്ലേ? ശരിയാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമ്മൾ പല മുഖമൂടികൾ അണിയുന്നു. എന്നാൽ ആത്മാർത്ഥമല്ലാത്ത സ്നേഹബന്ധങ്ങൾ നമ്മളെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയുള്ളൂ. അതോടൊപ്പം പ്രണയത്തെക്കുറിച്ചുള്ള നിഷേധാത്മകമായ കാഴ്ചപ്പാടുകളെയും കവിത ചോദ്യം ചെയ്യുന്നു. അതെ. Neither be cynical about love, for in the face of all aridity and disenchantment, it is as perennial as the grass. പ്രണയത്തെക്കുറിച്ച് ഒരു നിഷേധാത്മകമായ കാഴ്ചപ്പാട് വെച്ചുപുലർത്തരുത്. കാരണം ജീവിതത്തിലെ എല്ലാ വരൾച്ചയ്ക്കും നിരാശയ്ക്കും ഇടയിലും പുൽനാമ്പുകൾ വീണ്ടും കിളിർത്തു വരുന്നതുപോലെ സ്നേഹം എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. മുറിവേറ്റ അനുഭവങ്ങൾ കാരണം സ്നേഹത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാകാം. അവരോട് ഈ കവിത പറയുന്നത് അതൊരു വ്യക്തിയുടെയോ സാഹചര്യത്തിന്റെയോ പരാജയമാണ്, സ്നേഹം എന്ന ആശയത്തിന്റെ അല്ല എന്നാണ്. ആത്മാർത്ഥതയോടെ ജീവിക്കുമ്പോൾ തന്നെ കാലം നമുക്ക് നൽകുന്ന പാഠങ്ങളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് അടുത്തത്. Take kindly the counsel of the years, gracefully surrendering the things of youth. ഓരോ വർഷം കഴിയുമ്പോഴും അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങളെ ദയയോടെ സ്വീകരിക്കുക. യൗവനകാലത്തെ വാശികളും ആവേശവുമൊക്കെ മനോഹരമായി ഉപേക്ഷിക്കുക. അതായത് പ്രായമാകുന്നതിനെ ഒരു നഷ്ടമായി കാണരുത്, അതൊരു വളർച്ചയായി കാണണം. ഇത് പറയുമ്പോൾ തന്നെ ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ഭയങ്ങളെക്കുറിച്ചും കവിത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. Nurture strength of spirit to shield you in sudden misfortune, but do not distress yourself with dark imaginings. ആത്മശക്തി വളർത്തുക, പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ സങ്കൽപ്പിച്ച് സ്വയം ദുഃഖിപ്പിക്കാതിരിക്കുക. ആ ഭയത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് അടുത്ത വരികൾ വ്യക്തമാക്കുന്നു. അതെ. Many fears are born of fatigue and loneliness. ഒരുപാട് ഭയങ്ങൾ ജനിക്കുന്നത് നമ്മുടെ ശാരീരികമായ ക്ഷീണത്തിൽ നിന്നും മാനസികമായ ഏകാന്തതയിൽ നിന്നുമാണ്. ഇതൊരു വലിയൊരു മനഃശാസ്ത്രപരമായ കണ്ടെത്തലാണ്. ശരിയാണ്. പലപ്പോഴും നമ്മുടെ ഉത്കണ്ഠകൾക്ക് കാരണം യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ നമ്മുടെ ക്ഷീണിച്ച ശരീരവും മനസ്സുമായിരിക്കാം. അതുകൊണ്ട് ബിയോണ്ട് എ ഹോൾസം ഡിസിപ്ലിൻ, ബി ജെന്റിൽ വിത്ത് യുവർ സെൽഫ്. ആരോഗ്യകരമായ ഒരു അച്ചടക്കം ജീവിതത്തിൽ വേണം, പക്ഷെ അതിനപ്പുറം നിങ്ങളോട് തന്നെ വളരെ സൗമ്യമായി ദയയോടെ പെരുമാറുക. സ്വയം നിരന്തരം കുറ്റപ്പെടുത്താതിരിക്കുക. അതെ. ആ ഒരു സ്വയം കരുണയുടെ ഏറ്റവും മനോഹരമായ പ്രഖ്യാപനമാണ് അടുത്ത വരികൾ. യു ആർ എ ചൈൽഡ് ഓഫ് ദി യൂണിവേഴ്സ്, നോ ലെസ് ദാൻ ദ ട്രീസ് ആൻഡ് ദ സ്റ്റാർസ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു കുട്ടിയാണ്, ഈ മരങ്ങളെയും നക്ഷത്രങ്ങളെയും പോലെ തന്നെ. നിങ്ങൾക്കും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. പലപ്പോഴും നമുക്കൊരു അയോഗ്യത തോന്നാറില്ലേ, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന്. അതെ. ആ സമയത്ത് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്നും നമ്മുടെ നിലനിൽപ്പിന് അതിന്റേതായ ഒരു സ്ഥാനമുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നത് അത് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്, അല്ലേ? അതെ. And whether or not it is clear to you, no doubt the universe is unfolding as it should. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നതൊരു പ്രശ്നമല്ല. ഒരു സംശയവും വേണ്ട. ഈ പ്രപഞ്ചം മുന്നോട്ടു പോകുന്നത് അതെങ്ങനെയാണോ വേണ്ടത് കൃത്യമായി അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ദൈവവുമായി ഒരു സമാധാനപരമായ ബന്ധം കാത്തുസൂക്ഷിക്കുക. നിങ്ങൾ ദൈവത്തെ എങ്ങനെ സങ്കല്പിച്ചാലും ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മളെക്കാൾ വലിയ,
നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാനാവാത്തൊരു ശക്തിയുണ്ടെന്ന് തിരിച്ചറിവിലും അതിൽ സമാധാനം കണ്ടെത്തുന്നതിലുമാണ് ഊന്നൽ. ഈ വലിയ കാഴ്ചപ്പാടുകൾക്ക് ശേഷം കവിത വീണ്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വരുന്നു. ആൻഡ് വാട്ട് എവർ യുവർ ലേബേഴ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഇൻ ദ നോയ്സി കൺഫ്യൂഷൻ ഓഫ് ലൈഫ് കീപ് പീസ് ഇൻ യുവർ സോൾ. നിങ്ങളുടെ ജോലികളും ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളും എന്തു തന്നെയായാലും ഈ ശബ്ദമുഖരിതമായ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ നിങ്ങളുടെ ആത്മാവിൽ സമാധാനം നിലനിർത്തുക. പുറത്തെന്തു കൊടുങ്കാറ്റടിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തമായ കേന്ദ്രം നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരേയൊരു കാര്യം ഒരുപക്ഷെ അതുമാത്രമായിരിക്കും. അങ്ങനെ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ വശങ്ങളെയും സ്പർശിച്ച ശേഷം ഒരു വലിയ സത്യം പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. With all its sham, drudgery and broken dreams, it is still a beautiful world. ഈ ലോകത്ത് ഒരുപാട് കപടതകളും മടുപ്പിക്കുന്ന ജോലികളും തകർന്നുപോയ സ്വപ്നങ്ങളുമൊക്കെയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിപ്പോഴും മനോഹരമായൊരു ലോകമാണ്. ഇതൊരു ടോക്സിക് പോസിറ്റിവിറ്റി അല്ല. പ്രശ്നങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിക്കാനല്ല പറയുന്നത്, മറിച്ച് ആ പ്രശ്നങ്ങൾക്കിടയിലും സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കാനാണ്. അതെ, ആ ശ്രമമാണ് അവസാനത്തെ വരികളിൽ ഏറ്റവും പ്രധാനം. ബി cheerful, strive to be happy. സന്തോഷവാനായിരിക്കുക, അതിലുപരി സന്തോഷവാനായിരിക്കാൻ പരിശ്രമിക്കുക. ബി ഹാപ്പി എന്നല്ല, സ്ട്രൈവ് ടു ബി ഹാപ്പി എന്നാണ് പറയുന്നത്. അതെ, അതായത് സന്തോഷം എന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ ബോധപൂർവം തെരഞ്ഞെടുക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അതിലൊരു വലിയ സന്ദേശമുണ്ട്. തീർച്ചയായും ഈ കവിതയുടെ ആകെത്തുക അതാണ്. ഇത് ജീവിതം എളുപ്പമാണെന്നോ പ്രശ്നങ്ങളില്ലെന്നോ പറയുന്നില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾക്കിടയിലും സമാധാനവും ആത്മാഭിമാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതൊരു നിയമങ്ങളുടെ പുസ്തകമല്ല, മറിച്ച് മനസ്സ് കൈവിട്ടു പോകുമ്പോൾ തിരികെ വരാൻ സഹായിക്കുന്ന ചില വഴികാട്ടുന്ന നക്ഷത്രങ്ങൾ പോലെയാണ്. സ്വയം അംഗീകരിക്കുക, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധം പുലർത്തുക, നമ്മുടെ യാത്രയിൽ സന്തോഷം കണ്ടെത്തുക, പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന വലിയ സത്യം ഓർക്കുക. കവിത നമ്മളോട് സന്തോഷത്തിനായി പരിശ്രമിക്കാൻ പറയുന്നു. അതൊരു ചേലായി കാണാനാണ് ആവശ്യപ്പെടുന്നത്. ശരിയാണ്. സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനം എന്നതിലുപരി അതൊരു ദിനചര്യയായി, ഒരു ശീലമായി മാറ്റാൻ കഴിയുമോ? അപ്പം നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ നിങ്ങളൊരു സ്വന്തം നേട്ടങ്ങളെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കുറച്ചുകൂടി ദയയോടെ പെരുമാറുന്ന സന്തോഷത്തിലേക്കുള്ള ഒരു ചെറിയ പരിശ്രമം ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ചിന്ത നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.